ഒരു ആള് ഒരു ജന്മം എടുത്ത് അതിൽ പല ജന്മങ്ങളുള്ള പഴയ കർമ്മങ്ങളെ കൊണ്ട് വന്നിരിക്കുക. അതിൻ്റെ പേര് പ്രാരബ്ധം. ഈ പ്രാരബ്ധത്തെ അവർ തുലയ്ക്കാൻ വന്ന സ്ഥലത്ത് അറിയാതെ പുതിയ കർമ്മങ്ങൾ ചെയ്ത് കളയും. അതിൻ്റെ പേര് നാശ ഉത്പത്തി. അറിയാതെ പഴയ കർമ്മം തുലയ്ക്കാൻ വന്ന് അറിയാതെ ഉത്പത്തി ചെയ്യുക. അപ്പോൾ ഇനി ആ ജന്മങ്ങൾ കണ്ടിന്യൂ ആവും. അപ്പോൾ ഒരു ജ്ഞാനി എന്ന് പറയുന്നത് കർമ്മങ്ങൾ തുടരാതെ അതിനെ വന്ന് നിർത്താൻ അറിയുന്നതാണ് ജ്ഞാനി. ഇത് തിരുമന്ത്രത്തിൽ പറയുന്നുണ്ട്. തന്നെ അറിந்திடும் தத்துவ ஞானிகள் முன்னை வினையின் முடிச்சை அவிழ்ப்பார்கள் பின்னை வினையை பிடித்து பிசைவார்கள் ചെന്നിയിൽ வைத்த തിരുവരുളാരെ. ഒരു ജ്ഞാനി പഴയ കർമ്മങ്ങളൊക്കെ അത് ഡിസ്മാൻഡിൽ ചെയ്യും. പുതിയ കർമ്മങ്ങൾ ചെയ്യൂല. അത് സഞ്ചിത കർമ്മം കളക്ട് ആകാൻ വിടൂല്ല. ഇതാണ് ജ്ഞാനത്തിൻ്റെ അഴിവഴി. അപ്പം ഈ കർമ്മം ഇതിൽ നിന്ന് വിടുപെടുന്നത് എങ്ങനെ, അത് ശിവയോഗ പരീക്ഷയിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള പല മെത്തേഡുകളും ഉണ്ട്. കർമ്മങ്ങൾ കൊണ്ടുവന്ന പഴയ കർമ്മങ്ങൾ മൂലാധാരത്തിൽ അവ്യക്ത നിലയിലിരിക്കുന്നു. അതിനെ മണിപൂരത്തിൽ കൊണ്ട് എരിച്ച് കർമ്മനാശങ്ങൾ പാപനാശങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതൊക്കെ ഇരിക്കുന്നത് തിരുമന്ത്രത്തിലും ശിവയോഗത്തിലാണ് ഇരിക്കുന്നത്. മറ്റേ യോഗങ്ങളിൽ കാണുന്നില്ല. അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ ആസ്ട്രൽ ലെവലിലും കാസൽ ലെവലിലും ഉള്ളതാണ്. കാസൽ ബാഡിയിലാണ് പഴയ കർമ്മങ്ങൾ റെക്കോർഡായിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പുതിയ കർമ്മം വരാതെ നോക്കി അടുത്ത ജന്മം വരില്ല. അപ്പോൾ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു നെല്ല് ഉമിയിരിക്കുന്ന ആ ഉമിയെ എടുത്തിട്ട് അത് മുളക്കിയിട്ടാൽ മുളക്കില്ല. അതേമാതിരി ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പഴയ കർമ്മങ്ങളൊക്കെ ഡിലീറ്റ് ആവും. അത് മാത്രമല്ല ചന്ദ്രയോഗത്തിലും കർമ്മങ്ങൾ ഡിലീറ്റ് ചെയ്ത് വിധിയെ മാറ്റിവെക്കുന്ന നിയോപ്ലാസ്റ്റിസിറ്റി, ബ്രെയിൻ നിയോപ്ലാസ്റ്റിസിറ്റി എന്നുള്ള ടെക്നിക്കൊക്കെ ഇരിക്കുകയാണ്.